പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. സാധാരണ നിലയിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 1995 മുതൽ 2000 വരെ ഭരിച്ചത് UDF ആണ്. സത്യം കടിയങ്ങാടും പിന്നീട് KS മൗലവിയും അതിന്റെ പ്രസിഡന്റായിരുന്നു. അക്കാലത്ത് താലൂക്ക് ആശുപത്രി ഇത്ര വിപുലമല്ല. എന്നാലും അക്കാലത്ത് താലൂക്ക് ആശുപത്രിയെ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ അവര് 25 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിട്ടും അവരവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ജോലിയിൽ തുടരുന്നുണ്ട്, ചില ആളുകൾ റിട്ടയറായി പോയിട്ടുണ്ട്. ഭരണമാറ്റത്തിന്റെ ഭാഗമായി 25 വർഷം LDF ഭരണത്തിൽ UDF കാലത്ത് നിയമിക്കപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് ഇല്ല, അവരെ പിരിച്ചുവിട്ടിട്ടില്ല. അതുകൊണ്ട് CITയുടെ അഭിപ്രായം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും വർഷങ്ങളായി ജോലി ചെയ്ത ആളുകളെ പിരിച്ചുവിടുന്ന നടപടി ശരിയല്ല. ഏത് ഭരണസമിതിയാണെങ്കിലും ആ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഇതിനകത്ത് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന നിയമനങ്ങൾ, ആ നിയമനങ്ങളിൽ ഏറ്റവും നിയമവിരുദ്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിലിപ്പം 3 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കാൻ തീരുമാനിച്ചു. ആ നിയമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിലവിൽ അതേ സീറ്റിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ആ നിയമിക്കാൻ തീരുമാനിച്ച് പത്രപരസ്യം കൊടുത്തപ്പോൾ ആ പത്രപരസ്യത്തിൽ അവർ കാണിച്ച മിനിമം യോഗ്യത PGDCA അല്ലെങ്കിൽ DCA ആണ്. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഈ 3 ആളുകളെയും ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിച്ചു. അവരവിടെ ജോയിൻ ചെയ്തു മെഡിക്കൽ ഓഫീസർ മുമ്പിൽ. നിലവിൽ ജോലിയിലുണ്ടായിരുന്ന സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന 3 ആളോട് ഇന്ന് നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായി അവരെ പിരിച്ചുവിട്ടു. ഈ നിയമിക്കപ്പെട്ട ആളുകളുടെ ഇന്റർവ്യൂവിൽ 293 പേരാണ് പങ്കെടുത്തത്. പക്ഷേ നിയമിച്ച 3 ആളുകളും മിനിമം യോഗ്യത ഇല്ലാത്തവരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് CIT മെഡിക്കൽ ഓഫീസർ കത്ത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ രാവിലെ 10 മണിക്ക് ജോയിൻ ചെയ്തു. അന്ന് 3 മണിക്ക് ഈ 3 ആളെ പിരിച്ചുവിട്ടു. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടാവും, പിന്നെ DMO നിശ്ചയിക്കുന്ന ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ഉണ്ടാവും. അവരാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ടത്. ഒരു സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടില്ല, ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങി വെച്ചിട്ടില്ല. 3 ആളുകളെ ഒരു രേഖയുമില്ലാതെ നിയമിക്കേണ്ടായത്. ഇത് ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ നിയമന രീതി അങ്ങേയറ്റം പരിഹാസമാണ് എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നീട് ഇപ്പം നിങ്ങളുടെ തന്നെ മലയാള മനോരമയിലും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയിലുമൊക്കെ ഒരു വാർത്ത വന്നു. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ CITU ഇന്റർവ്യൂ ഉപരോധം വിഫലമായി എന്നാണ്. യഥാർത്ഥത്തിൽ എന്താ നടന്നത്? അവിടെ ജോലി ചെയ്യുന്ന 24 വർഷമായി ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്, 18 വർഷം 16 വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഇന്റർവ്യൂ കോൾ ചെയ്തു. ആ ഇന്റർവ്യൂ കഴിഞ്ഞ 21-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ CIT അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോട് നിലവിൽ ഇവരെ പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിൽ ഒരാളെ പിരിച്ചുവിടാൻ പാടില്ല എന്ന് സ്റ്റേ ഉത്തരവ് ഇറക്കുകയും മറ്റ് 2 ആളുടെയും പ്രശ്നം അന്ന് തന്നെ 12 മണിക്ക് കോടതി വാദം കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇന്റർവ്യൂ നടത്താൻ പാടില്ല എന്ന നിലപാട് CIT സ്വീകരിച്ചു. അപ്പോൾ ആ നിലപാട് സ്വീകരിച്ചു. രാവിലെ 9:30-ക്കാണ് ഇന്റർവ്യൂ പറഞ്ഞത്. 3 മണിക്കൂർ ഇന്റർവ്യൂ നടന്നില്ല. ഇന്റർവ്യൂ CIT തടഞ്ഞു തന്നെയാണ്. അവിടെ CITയുടെ സംഘടനാ ശേഷി കൊണ്ട് ഇന്റർവ്യൂ നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾ കഴിഞ്ഞില്ല. വൻ പോലീസ് സന്നാഹമുണ്ടായി DYSPയുടെ നേതൃത്വത്തിൽ. അവസാനം 12:30-ക്ക് മെഡിക്കൽ ഓഫീസർ CIT നേതാക്കളെ വിളിച്ച് ഡിമാൻഡ് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങൾ കോടതി ഉത്തരവ് വരുന്ന നിലയിൽ ഇതെന്ത് ചെയ്യാൻ പാടില്ല, നിയമനം നടത്താൻ പാടില്ല. അങ്ങനെ രേഖാപരമായി മെഡിക്കൽ ഓഫീസർ കോടതി ഇടപെടുകയാണെങ്കിൽ നിയമനം നടത്തില്ല എന്ന് CIT ഏരിയ കമ്മിറ്റിക്ക് ലെറ്റർ ഹെഡിൽ മെഡിക്കൽ ഓഫീസർ കത്ത് തന്ന ശേഷമാണ് CIT എന്ത് ചെയ്തത്, അവിടെ സമരം അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും നമ്മൾ വന്ന ഇന്റർവ്യൂ വന്ന പല ആളുകളും തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ആ സമരത്തിന്റെ നല്ലൊരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവസാനിപ്പിച്ചത്. അതിന് പുറകെ തന്നെ ഇവരെ ആരെയും പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി സ്റ്റേ കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ പ്രഹസനങ്ങളാണ്, ആളെ നിയമിക്കാൻ വേണ്ടിയല്ല. ഇന്റർവ്യൂ നടത്തി, പ്രഹസനം നടത്തി, അഴിമതി നടത്തി നിയമനം നടത്താനുള്ള ശ്രമമാണ് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാതിയാണ് ഇതിനകത്ത് CITന് പ്രധാനമായും ഉൾപ്പെടുത്താനുള്ളത്.
പിന്നെ ഞങ്ങൾ പറഞ്ഞ പ്രശ്നം, ഈ കഴിഞ്ഞ 7 മാസത്തിനിടയിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 14 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലാബിലുണ്ട്, ഫാർമസിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ നിയമനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല. കാരണം എന്താ? ആ നിയമനം പുതുതായി വന്ന നിയമനമാണ്, ആരെയും പിരിച്ചുവിട്ടുള്ള നിയമനമല്ല. പുതുതായി ഒരു വേക്കന്റ് വന്നാൽ അതിൽ നിയമിക്കാൻ അധികാരം ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ഞങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണാധികാരികളായ ആളുകളാണ്. അത് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാരം, അത് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ആ 14 നിയമനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല, ഞങ്ങൾ എതിർത്തിട്ടില്ല. ആ 14 നിയമനം ഈ 7 മാസത്തിനിടയിൽ എന്തിയിട്ടുണ്ട്, ഈ നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം. മറ്റൊരു കാര്യം, ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് എന്താണ്, ഇവർ നിലവിൽ 24 വർഷം 18 വർഷമൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഇവർക്ക് എന്താണ് ഇവരുടെ ശമ്പളം നൽകുന്നത്? ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത് എന്താ, ഇവരെ നിയമിച്ചത് 179 ദിവസത്തേക്കാണെന്നാണ്. അത് ശരിയാണോ? ഇവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കൊടുക്കുകയാണ്. 200 ദിവസത്തിലധികം ഒരു വർഷം ജോലി ചെയ്ത ആൾക്കെ സർക്കാർ ബോണസ് കൊടുക്കും. ഈ തൊഴിലാളികൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് കഴിഞ്ഞ തവണ ഓണം ഫെസ്റ്റിവൽ അലവൻസ് കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഇക്കാര്യങ്ങൾ പഠിച്ചിട്ട് ഫെസ്റ്റിവൽ അലവൻസ് ഒരു ജീവനക്കാരന് സർക്കാർ കൊടുക്കുക എപ്പോഴാണ്? 179 ദിവസം ജോലി ചെയ്ത ഒരാൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുമോ? കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 24 വർഷമായിട്ടും ഇവരുടെ ശമ്പളം കൊടുത്തതിന്റെ രേഖ കൃത്യമായിട്ടുണ്ട്. ഇവർക്ക് അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ ഒരു സർക്കാരിന്റെ HMCയുടെ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ ജോലിക്ക് വരുന്ന ആളുകളുടെ പ്രസന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേക നോട്ട് ബുക്കിൽ ഈ ജീവനക്കാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഒപ്പുവെക്കുന്നുണ്ട്. ആ പ്രസന്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് വേജസ് എല്ലാ മാസവും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ യാതൊരു രേഖയുമില്ല, ഇവർ ജോലി ചെയ്ത രേഖകളൊന്നും കാണുന്നില്ല എന്നൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത് അബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം HMC ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ശമ്പളം കൊടുക്കുന്നതെന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ താൽക്കാലിക ജീവനക്കാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, ഇവിടെ ഈ പേരാമ്പ്രയിലാണ് നിപ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്. ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു വൈറസ് ബാധയായിരുന്നു. ആ സമയത്ത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്ത ആളുകളാണ്. ആ ജോലി ചെയ്തതിന്റെ ഭാഗമായി നമുക്കറിയാം, ഇന്ന് ലിനി സിസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ സിസ്റ്ററെയും ഇവർ പിരിച്ചുവിടുമായിരുന്നു. കാരണം ആ സിസ്റ്റർ എന്താണ്, താൽക്കാലിക ജീവനക്കാരിയാണ്. ആ താൽക്കാലിക ജീവനക്കാരി മരണത്തിലേക്കാണ് എൻ്റെ യാത്ര എന്ന് മനസ്സിലാക്കി പ്രത്യേകമായൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കത്ത് ആശുപത്രിയുടെ ആധികാരികമായ രേഖകളിലുണ്ട്. ആ ലിനി സിസ്റ്ററും എന്താണ്, താൽക്കാലികമായിട്ടാണ് ജോലി ചെയ്തത്. അതുകൊണ്ട് ഞാനിതിൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനകത്ത് CITO സംബന്ധിച്ച് ഏത് ഭരണകക്ഷി എന്നുള്ളതല്ല പ്രശ്നം, ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷിക്കണം എന്ന നിലപാടാണ് CITO എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു അധികാര പരിധിയിലും CITO ഇടപെട്ടിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് 100 കണക്കിന് തൊഴിലാളികൾ മാർച്ച് ചെയ്യുകയുണ്ടായി. ആ സമരത്തിൽ തൊഴിലാളികൾ ഇരമ്പി എത്തിയത് എന്താണ്, ഈ തെറ്റായ പ്രവണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്.